Okay, good afternoon dear students. So we were discussing the processes of RDNA technology. Okay, so there are 6 steps in the process of RDNA technology. We have discussed up to 4 steps. So first one is isolation of DNA. Second, cutting the DNA using restriction enzymes and joining the DNA with a suitable vector. Then third one, amplification of DNA using PCR, that is polymerase chain reaction. Then fourth one, introduction of this DNA into the host cell. Then fifth one, obtaining foreign gene product, and sixth one, downstream processing. So we have discussed up to the 4th step, that is introduction of the foreign DNA into a host cell. So today we are going to discuss the 5th step, that is obtaining foreign gene product. Okay, 5th step, that is obtaining foreign gene product. Okay, so what is the main purpose of this RDNA technology? നമ്മൾ ഈ യൂണിറ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, ഇൻസുലിൻ്റെ ഒരു കേസ് പറഞ്ഞിരുന്നു. എന്തായിരുന്നു അവിടെ? നമുക്ക് കൂടുതൽ എമൗണ്ടിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണം, അതായിരുന്നു നമ്മുടെ എയിം. ഓക്കെ, സോ നമ്മുടെ 4th സ്റ്റെപ്പിൽ എങ്ങനെയായിരുന്നു? ദ റീകോമ്പിനന്റ് DNA ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ട് ഈസ് അവർ പർപ്പസ്? വി ഹാവ് ടു പ്രൊഡ്യൂസ് എ പ്രോട്ടീൻ. ഓക്കെ, ഇൻസുലിൻ ഒരു പ്രോട്ടീനാണ്. അതുപോലെ ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ RDNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോസ്റ്റ് സെല്ലിലേക്ക്. സോ ദാറ്റ് ഈസ് ദ 5th സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഒബ്റ്റെയിനിങ് എ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. ഒരു പ്രോട്ടീൻ, ആ ജീൻ്റെ പ്രൊഡക്റ്റ്. നമ്മൾ ഏതോ ഒരു ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ. അതുപോലെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ ആയിരിക്കും നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതാണല്ലോ നമ്മുടെ പർപ്പസ്. സോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. So that is the 5th step, obtaining foreign gene product or a particular protein. So the ultimate aim of our RDNA technology is to produce a desirable protein, okay, such as insulin. So our aim is to produce a particular protein. So the protein which is produced from this RDNA, it is known as a recombinant protein. സോ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ RDNA ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഹോസ്റ്റ് സെല്ലിലേക്ക് RDNA ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ അതുകൊണ്ട് മാത്രം നമ്മുടെ ഈ പ്രോസസ്സ് റീകോമ്പിനന്റ് DNA, ഈ ഒരു പ്രോസസ്സ് സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണത് സക്സസ് ആയി എന്ന് പറയുന്നത്? only if the inserted DNA, only if the foreign DNA which is inserted into this host cell will start making proteins. ഇപ്പം ഇൻസുലിൻ്റെ ജീനാണെങ്കിൽ നമ്മളതിനെ എങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഒരു ഹോസ്റ്റ് സെൽ, ഈക്വളൈ പോലത്തെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് വെക്ടറിൻ്റെ ഹെൽപ്പോടെ നമ്മൾ ആ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് അവിടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? ഈക്വളൈ സെൽസിൽ അത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ പ്രോസസ്സ് എന്തായി എന്ന് പറയാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ആയി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് RDNA process, we can say that it is successful only when the host cell will start producing recombinant protein. നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള RDNAയുടെ ഹെൽപ്പോടെ നമ്മുടെ ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ റീകോമ്പിനന്റ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് സക്സസ്ഫുൾ ആയെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ only if recombinant protein is produced, the process of RDNA technology is said to be successful. Then in case of small amount of protein, okay, if we want to produce only a small amount of protein, that can be produced in laboratories. നമുക്ക് ഒരു മാസ് സ്കെയിലുള്ള പ്രൊഡക്ഷൻ അല്ല, അതല്ലാതെ വളരെ ഒരു ചെറിയ എമൗണ്ട്. ഇപ്പം ഇൻസുലിൻ്റെ ഒക്കെ കേസ് നമുക്കറിയാം അല്ലേ, വളരെ ഒരു മാസ് സ്കെയിലുള്ള ഒരു പ്രൊഡക്ഷനാണ് ഇൻസുലിനൊക്കെ വേണ്ടത്. പക്ഷേ അതല്ലാതെ വളരെ ഒരു ചെറിയ എമൗണ്ടിൽ നമുക്ക് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഇറ്റ്സെൽഫ് with the help of a continuous culture system. Continuous culture system.
So you have to remember that this continuous culture system, it can be done in the laboratory to produce small amount of protein. ഒരുപാട് ലാർജ് മാസ് സ്കെയിലിലുള്ള പ്രോട്ടീൻ പ്രൊഡക്ഷൻ അല്ല, വളരെ സ്മോൾ എമൗണ്ട് ഓഫ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലബോറട്ടറിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്, ദാറ്റ് ഇസ് കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മളൊരു കൾച്ചർ മീഡിയത്തിൽ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യുക, നമ്മുടെ ഹോസ്റ്റ് സെൽ, ഓക്കെ, RDNA പ്രസൻ്റ് ആയിട്ടുള്ള ഹോസ്റ്റ് സെല്ലിനെ അതിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തിട്ട് ഒരു മീഡിയത്തിൽ ഗ്രോ ചെയ്യുക. അപ്പം എന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്ത മീഡിയം റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, യൂസ് ചെയ്ത മീഡിയത്തിന് റിമൂവ് ചെയ്യും, പകരം ഫ്രഷ് മീഡിയം ആഡ് ചെയ്ത് കൊടുക്കും. സോ ദ ഫ്രഷ് മീഡിയം ഈസ് ആഡഡ് ആൻഡ് the used medium removed from the culture system. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹോസ്റ്റ് സെല്ലുണ്ട്. ഹോസ്റ്റ് സെല്ലിന് ഗ്രോ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ന്യൂട്രിയൻ മീഡിയം ഈസ് റിക്വയർഡ്. സോ വി വിൽ ബി പ്രൊവൈഡിങ് ഫ്രഷ് മീഡിയം ടു ദ കൾച്ചർ സിസ്റ്റം ആൻഡ് വി വിൽ ബി റിമൂവിങ് ദ യൂസ്ഡ് മീഡിയം ഫ്രം ദ കൾച്ചർ സിസ്റ്റം. അങ്ങനെ കുറച്ച് ഈ ഒരു കൾച്ചർ നടത്തി കഴിയുമ്പോൾ the host cell will multiply and it will start to produce protein. Then the protein can be extracted from this medium and it will be purified. But this only provides us with only a small amount of protein. Okay, so in order to produce a very large amount of protein, certain large tanks known as bioreactors can be used. ബയോറിയാക്ടേഴ്സ്. സോ നമുക്ക് ഇപ്പം ഇൻസുലിൻ്റെ കേസ്, അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻ ഒരുപാട് എമൗണ്ടിൽ നമുക്ക് വേണം, അതിന് ഈ ഒരു കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം പറ്റില്ല. ഓക്കെ, ഇത് വളരെ ഒരു ചെറിയ എമൗണ്ട് പ്രോട്ടീൻ പ്രൊഡക്ഷൻ മാത്രമാണ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഫ്രഷ് മീഡിയ ആഡ് ചെയ്ത് കൊടുക്കും, യൂസ് മീഡിയ റിമൂവ് ചെയ്യും, ദെൻ ഇവിടെ ഹോസ്റ്റ് സെൽസിലെ മൾട്ടിപ്ലിക്കേഷൻ നടക്കും ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് പ്രോട്ടീൻ. ബട്ട് ദാറ്റ് വിൽ ബി ഓൺലി ഇൻ എ വെരി ലോ എമൗണ്ട്. This amount of protein which we have obtained can be used and it can be purified and used. But in order to produce a very large amount of protein, what is required? Bioreactors are required. So next we are going to study what a bioreactor is.